ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല, ഉറക്കത്തിൽ കിടന്ന് നമ്മളെ വിളിച്ചെണീപ്പിച്ച് ഒരു എക്സാം ഹാളിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരൻ എക്സാം ആണ്. അപ്പൊ നിങ്ങൾ കാണാമോ എന്ന് അറിഞ്ഞുകൂടെ, നമ്മൾ ആറ്റിങ്ങ പോളിലാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്ന് പുഴുക്കുകയാണ്. ഒന്നാമത്തെ അതിന് തണലുണ്ടെങ്കിലും നല്ല ചൂടുണ്ട്, ഇരുന്ന് വിയർത്തിരിക്കണം. അപ്പൊ എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തായാലും ബോറല്ലേ. അപ്പൊ ഇനി കൂട്ടുകാരന്മാരോട് വിളിച്ചു നോക്കാം, അവന്മാർ വരോ ഇല്ലയോ നോക്കാം. ഇതിൽ നമുക്ക് ആദ്യം വിളിക്കാം അവന്മാര്. അപ്പൊ നമുക്ക് അവന്മാരൊന്ന് വിളിച്ചു നോക്കാം, എന്നിട്ട് വിളിച്ചു വരുത്താം. ഹലോ, എവിടാ എവിടാ എവിടാ? വീട്ടിന്റെ അവിടെ? എടാ നീയേ, എടാ എന്റെ വണ്ടി ഇവിടെ ആറ്റിങ്ങയില് മറ്റേ നമ്മള് പോളിയൊക്കെ എത്തുന്നതിന് മുമ്പായിട്ടെ, പോളിയുടെ അവിടെ ആയിട്ട് എന്റെ വണ്ടി വഴിയില്ല എളിയാ. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ. നീ എത്തി ഇങ്ങോട്ട് വരോ, എണ്ണ വാങ്ങിച്ചോണ്ട് വരോ? നീ വീട്ടില് ക്യാനുണ്ട്, എന്റെ വീട്ടിൽ പോയേ ക്യാനുണ്ട്. ആ മുഹമ്മദ് അവിടെ ഉണ്ട്. നീ ആരോടെ എടുത്തോണ്ട് വാ. ഓക്കെ, മുഹമ്മദ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എൺപന്മാർ എണ്ണയെ കൊണ്ട് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, എണ്ണ അവന്മാരെ തന്നെ വണ്ടിയിൽ വീട്ടിക്കോളും, നമുക്ക് എണ്ണയുടെ ആവശ്യമില്ല. യവൻ പെട്രോൾ അടിച്ചതാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ യവന്മാരോടെ ഇരുത്തി പുഴിപ്പിക്കാം. അപ്പോൾ അജിനും മുഹമ്മദുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഒത്തിരുന്ന് പുഴുക്കാം. അപ്പോൾ പുഴുക്കാം. ഓക്കെ, അജി വന്നിട്ടും വലിയ ഉപയോഗമൊന്നുമില്ല. ആകെ മുഹമ്മദ് ഒന്നുകൊണ്ട് കമ്പനിയുണ്ട്. എവിടെ വന്നാലും ഒരു ഗെയിം കളിക്കുന്നത്, നിങ്ങളൊരു ചങ്കുണ്ടെങ്കിൽ ഇതാ മെൻഷൻ ചെയ്തോ. ഒരു ഗ്യാപ്പ് കിട്ടിയ അപ്പം തുടങ്ങും ഗെയിം കളി. പബ്ജി എന്നില്ല, ഇത് ഇപ്പൊ ഏത് ഗെയിം കളിക്കണം അവൻ അറിഞ്ഞൂടെ, കളിക്കല്ല ഗെയിം തന്നെയാണ്. എന്തൊക്കെയാണ് പാടാ അറിയത്തില്ല. ഇങ്ങനത്തെ കൂട്ടുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടേരെ. എവിടെ വന്നാലും ഇരുന്ന് ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മളിന്ന് ആറ്റിങ്ങൽ പാലസ് കാണാനായിട്ട് പോവുകയാണ്. അപ്പൊ ഗൈസ്, നമ്മൾ ആറ്റിങ്ങൽ പാലസിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ പാലസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി, ഇതെന്തോ കലാപീഠമാണ്. ഇവിടെ എന്തോ പഠിപ്പിക്കുന്ന എന്തോ സെറ്റപ്പ് എന്തോ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ ബാക്കിൽ കാണുന്നതൊരു അമ്പലമാണെന്നോ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടുത്തെ ബാക്കി വിഷ്വലും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റോടെയാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ടേ. പഴയ ബിൽഡിങ്സ് ആയതുകൊണ്ട് കാണാനും നല്ല രസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ആറ്റിങ്ങൽ പാലസിൽ നിന്ന് പുറത്തിറങ്ങിയാണ്, കാരണം നമ്മൾ ഇത്രത്തേരം അമ്പലത്തിനകത്തായിരുന്നു. അപ്പോൾ അവിടെ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നതിന് എന്തോ ചാർജസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഫുള്ള് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്, സ്റ്റേ ട്യൂൺഡ്.